പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഹാജാസ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. സലിം ഷാ ആണ്. ഒരു കൊച്ചു കാര്യം പറഞ്ഞിട്ട് പോകാൻ ആണ് ഇന്ന് വന്നത്. ചരിത്രത്തിലെ പൊതുവിജ്ഞാനം എന്നും പറഞ്ഞൊരു മേഖലയുണ്ട്. 2-3 പുസ്തകങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാൻ 1 മാർക്ക് കിട്ടും. 1 മാർക്ക് ഉറപ്പിച്ച 1 മാർക്ക്. ഫത്ത് ഉൽ മുബീൻ, സ്നേഹിക്കുന്ന സാമൂതിരി രാജാവിന് മഹത്തായ സമ്മാനം. ഒരർത്ഥം വ്യക്തമായ വിജയം. ഇത് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വ്യക്തമായ വിജയം. എഴുതിയത് ഖാസി മുഹമ്മദ്. സ്നേഹിക്കുന്ന സാമൂതിരി രാജാവിന് മഹത്തായ സമ്മാനം, വ്യക്തമായ വിജയം. ഫത്ത് ഉൽ മുബീൻ, അർത്ഥം സ്നേഹിക്കുന്ന സാമൂതിരി രാജാവിന് മഹത്തായ സമ്മാനം അഥവാ വ്യക്തമായ വിജയം. എഴുതിയത് ഖാസി മുഹമ്മദ്. പഠിച്ചു വെച്ചോ. 16-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കൃതി. ഇപ്പോൾ 2025 പരീക്ഷയ്ക്ക് ചോദിച്ചു. ഫത്തുൽ മുബീൻ 17-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കൃതിയാണ്. ഖാസി മുഹമ്മദ് രചിച്ചതാണ്. വ്യക്തമായ വിജയം എന്ന് പറയുന്നതാണ്. തെറ്റായ വസ്തുത ഏത്? 17-ാം നൂറ്റാണ്ടിൽ രചിച്ചതാണ്. തെറ്റായ വസ്തുത 16-ാം നൂറ്റാണ്ട്. അതിനകത്താണ് കയറി പിടിച്ചത്. നൂറ്റാണ്ടിനകത്താണ് കയറി പിടിച്ചത്. 16-ാം നൂറ്റാണ്ട്. ഫത്ത് ഉൽ മുബീൻ, സ്നേഹിക്കുന്ന സാമൂതിരി രാജാവിന് മഹത്തായ സമ്മാനം. എല്ലാവരും വ്യക്തമായ വിജയം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇത് അല്ലേ? വ്യക്തമായ വിജയം മാത്രമല്ലേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ സ്നേഹിക്കുന്ന സാമൂതിരി രാജാവിന് മഹത്തായ സമ്മാനം, വ്യക്തമായ വിജയം. എഴുതിയത് ഖാസി മുഹമ്മദ്. ഖാസി മുഹമ്മദിന്റെ പ്രശസ്ത കൃതി ഫത്ത് ഉൽ മുബീൻ. ഫത്തുഹുൽ ഒന്നിച്ച് പറയാം. ഫത്തുൽ മുബീൻ. ഫത്തുൽ മുബീൻ എഴുതിയതാരാ? ഫത്തുൽ മുബീൻ എഴുതിയതാരാ? ഖാസി മുഹമ്മദ്. ഏത് നൂറ്റാണ്ടിലാ? 16-ാം നൂറ്റാണ്ടിൽ. അർത്ഥങ്ങൾ എന്തൊക്കെയാ? സ്നേഹിക്കുന്ന സാമൂതിരി രാജാവിന് മഹത്തായ സമ്മാനം അഥവാ വ്യക്തമായ വിജയം. വ്യക്തമായ വിജയം എന്ന് പറയാൻ കാരണം അതിൽ ചാലിയം കോട്ട വിജയത്തെ പ്രകീർത്തിക്കുന്നു. കുഞ്ഞാലി മരക്കാർ 1871 ചാലിയം കോട്ട തകർത്തു. പോർച്ചുഗീസുകാർ ചാലിയം കോട്ട തകർത്തു. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ വലിയ പീരങ്കി ചാലിയം കോട്ട, അത് തകർത്തു കുഞ്ഞാലി. അപ്പൊ വ്യക്തമായ വിജയം. ഫത്ത് ഉൽ മുബീൻ. ഫത്തുൽ മുബീൻ എഴുതിയിരിക്കുന്ന ഭാഷ അറബി. ആർക്കാ സമർപ്പിച്ചിരിക്കുന്നത്? കോഴിക്കോട് സാമൂതിരിക്ക്. സാമൂതിരിക്കൊപ്പം നായർ മുസ്ലിം സമുദായങ്ങൾ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയത് വ്യക്തമാക്കുന്നു. ഐക്യം. ഖാസി മുഹമ്മദിന്റെ മറ്റൊരു പ്രധാന രചന മുഹീദ്ദീൻ മാല. ഇതിനു മുമ്പ് ചോദിച്ചതാണ്. മുഹീദ്ദീൻ മാലയുടെ കർത്താവാര്? ഖാസി മുഹമ്മദ്. അപ്പൊ ഖാസി മുഹമ്മദ് എഴുതിയ 2 പ്രധാനപ്പെട്ട കൃതികൾ ഫത്ത് ഉൽ മുബീൻ, മുഹീദ്ദീൻ മാല. ഫത്തുൽ മുബീൻ അർത്ഥം 2 സ്നേഹിക്കുന്ന സാമൂതിരി രാജാവിന് മഹത്തായ സമ്മാനം, വ്യക്തമായ വിജയം. ഏത് നൂറ്റാണ്ടിൽ? 16-ൽ. എഴുതിയിരിക്കുന്ന ഭാഷ അറബി. ആർക്ക് സമർപ്പിച്ചിരിക്കുന്നു? സാമൂതിരിക്ക്. അതിൽ ഏതിന്റെ വിജയത്തെ പ്രകീർത്തിക്കുന്നു? ചാലിയം കോട്ട വിജയത്തെ പ്രകീർത്തിക്കുന്നു. ക്ലിയർ ആണേ? അടുത്തത് തുഹ്ഫത്തുൽ മുജാഹിദീൻ. കണ്ട, തിരിഞ്ഞു പോകാതിരിക്കാനാണ് ഈ സാധനം ഒന്നിച്ചു തരുന്നത്. ഇതിനാ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നെ സ്മരിക്കും. ഉറപ്പിച്ചു പറയാൻ എന്നെ സ്മരിക്കും പരീക്ഷാകാലിൽ ഇരുന്ന്. തുഹ്ഫത്തുൽ മുജാഹിദീൻ. ചിരിച്ച കാര്യമായിട്ട് പറഞ്ഞതാ. തുഹ്ഫത്തുൽ മുജാഹിദീൻ, പോരാളികൾക്കുള്ള സമ്മാനം. അർത്ഥം എന്താ? പോരാളികൾക്കുള്ള സമ്മാനം. ഷേഖ് സൈനുദ്ദീൻ രണ്ടാമൻ അല്ലെങ്കിൽ ഷേഖ് മഖ്ദൂം. ഷേഖ് മഖ്ദൂം. തുഹ്ഫത്ത് ഉൽ മുജാഹിദീൻ. തുഹ്ഫത്ത് ഉൽ മുജാഹിദീൻ അല്ലെങ്കിൽ തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഷേഖ് സൈനുദ്ദീൻ രണ്ടാമൻ അല്ലെങ്കിൽ ഷേഖ് മഖ്ദൂം രണ്ടാമൻ. സൈനുദ്ദീൻ മഖ്ദൂം എന്നെങ്ങനെ പറഞ്ഞാലും 1498 മുതൽ 1583 വരെയുള്ള പോർച്ചുഗീസ് കാലഘട്ടം വിവരിക്കുന്ന കൃതി ഏത്? തുഹ്ഫത്തുൽ മുജാഹിദീൻ. അപ്പോൾ തുഹ്ഫത്തുൽ മുജാഹിദീന്റെ പറയുന്ന കാലഘട്ടം ഏത്?
1498 മുതൽ 1583 വരെയുള്ള പോർച്ചുഗീസ് കാലഘട്ടം, 1498 മുതൽ 1583 വരെയുള്ള പോർച്ചുഗീസ് കാലഘട്ടം വിവരിക്കുന്ന കൃതി തുഹ്ഫത്തുൽ മുജാഹിദീൻ, ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം രചിച്ചത്. പോരാളികൾക്കുള്ള സമ്മാനം ആർക്ക് സമർപ്പിച്ചിരിക്കുന്നു? ബീജാപ്പൂർ സുൽത്താനായ ആദിൽ ഷായ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു. ബീജാപ്പൂർ സുൽത്താൻ ആദിൽ ഷായ്ക്ക് സമർപ്പിച്ചിട്ടുള്ള കൃതി ഏത്? തുഹ്ഫത്തുൽ മുജാഹിദീൻ. ജന്മിത്ത ജാതി വ്യവസ്ഥകളെ വിവരിക്കുന്നു. ഇംഗ്ലീഷ് വിവർത്തനം തയ്യാറാക്കിയത് MJ റോളൻഡ്സൺ. പഠിച്ചിട്ടില്ലല്ലോ, MJ റോളൻഡ്സൺ. നമ്മൾ വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ സാധനം തരണ്ടേടേ. പഠിച്ചോ? ഇത് എന്നാണോ നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ എന്നാണോ ഇത് കേൾക്കുന്നത്, ഈ ഭാഗം, ഈ സെഗ്മെന്റ് എന്നാണോ കേൾക്കുന്നത്, ഇന്ന് രാത്രി ഇത് കേട്ടതിന് ശേഷം ഇന്ന് പഠിച്ചു ഉറപ്പിച്ച് തിരിച്ച് പറഞ്ഞ് തനിയെ പറഞ്ഞിട്ടേ കിടന്നുറങ്ങാവൂ. ഓക്കെ ആണോ? ഡൺ. ഓക്കെ, അങ്ങനെ ആയാ കൊള്ളാം. തുഫത്ത് ഉൽ മുവാഹിദ്ദീൻ എഴുതിയത് രാജാറാം മോഹൻ റോയ്. ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം. തിരിഞ്ഞു പോകല്ലേ. മുവാഹിദ്ദീൻ രാജാറാം മോഹൻ റോയ്. മുബീൻ കാസി മുഹമ്മദ്. മുജാഹിദ്ദീൻ ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം. മുവാഹിദ്ദീൻ രാജാറാം മോഹൻ റോയ്. അല്ലേ? ഗിഫ്റ്റ് ടു മോണോത്തിസം, ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം. ഗിഫ്റ്റ് ടു മോണോത്തിസം. പേർഷ്യൻ ഭാഷയിൽ രചിച്ച കൃതി തുഫത്തുൽ മുജാഹിദീൻ. പേർഷ്യൻ ഭാഷയിൽ എഴുതിയ ജേർണൽ മിറാത്തുൽ അക്ബർ. തുഫത്തുൽ മുവാഹിദ്ദീൻ രാജാറാം മോഹൻ റോയ്. ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം. പേർഷ്യൻ ഭാഷയാണ്. ഏകദൈവ ആരാധനയെക്കുറിച്ച്. ഗിഫ്റ്റ് ടു മോണോത്തിസം. രാജാറാം മോഹൻ റോയുടെ പേർഷ്യൻ ജേണൽ മിറാത്ത് ഉൽ അക്ബർ. പേർഷ്യൻ ഭാഷയിൽ എഴുതിയ കൃതി തുഫത്തുൽ മുവാഹിദ്ദീൻ. ജേണൽ, മാഗസിൻ, ജേണൽ എന്നാ ചോദിക്കുന്നതിൽ മിറാത്ത് ഉൽ അക്ബർ. ക്ലിയർ? അടുത്ത സൈഫുൽ ബത്തർ. സയ്യിദ് അലവി തങ്ങൾ, മമ്പുറം തങ്ങൾ എന്ന് നമ്മൾ പറയാറില്ലേ? മമ്പുറം സയ്യിദ് അലവി തങ്ങൾ. അദ്ദേഹം എഴുതിയ കൃതിയാണ് സൈഫുൽ ബത്തർ. സൈഫുൽ ബത്തർ ജനിച്ച സ്ഥലം തരീം, യമൻ. വിദേശത്ത് ജനിക്കുകയും കേരളത്തിന്റെ നവോത്ഥാന രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തി എന്നൊരു ചോദ്യം മുമ്പ് ചോദിച്ചിട്ടുണ്ട്. മമ്പുറം സയ്യിദ് അലവി തങ്ങൾ യമനിലെ തരീം എന്ന സ്ഥലത്ത് നിന്ന് യാത്ര തിരിച്ച് അവിടെ ജനിക്കുകയും 18-ാമത്തെ മറ്റോ വയസ്സിൽ അദ്ദേഹം കോഴിക്കോട് വരികയും മലബാറിൽ താമസിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്ത സാമ്രാജ്യ വിരുദ്ധ കൃതിയാണ് സൈഫുൽ ബത്തർ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്യുന്ന മമ്പുറം തങ്ങളുടെ കൃതി ഏത്? സൈഫുൽ ബത്തർ. അദ്ദേഹമാണ് മാപ്പിള കലാപങ്ങൾ നമ്മൾ പഠിച്ചല്ലോ, ഒരു കൂട്ടം കലാപങ്ങൾ. അതിൽ വരുന്നതാണ് മുട്ടിച്ചിറ കലാപം, ചേറ്റൂർ കലാപം. അതില് മങ്കട, മഞ്ചേരി, മട്ടന്നൂർ, ആ കൂട്ടത്തിൽ വരുന്ന മുട്ടിച്ചിറ, ചേറ്റൂർ, ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് സൈഫുൽ ബത്തർ എഴുതിയ മമ്പുറം അലവിത്തങ്ങളാണ്. ഈ ചേറ്റൂർ കലാപത്തിൽ കാലിൽ മുറിവ് പറ്റുകയും അങ്ങനെ അത് പഴുക്കുകയും അത് ജീർണിക്കുകയും അങ്ങനെ മരണമടയുകയും ചെയ്തതാണ് മമ്പുറം തങ്ങൾ കേട്ടോ. സൈഫുൽ ബത്തർ അദ്ദേഹം എഴുതിയ കൃതിയാണ്. സൈഫുൽ ബത്തർ എന്ന കൃതി എഴുതിയത് മമ്പുറം സയ്യിദ് അലവി തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദേശം തരീം ആണ്, യമനിലാണ്. അത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്ത സാമ്രാജ്യത്വ വിരുദ്ധ കൃതിയാണ്. മുട്ടിച്ചിറ കലാപത്തിനും ചേറ്റൂർ കലാപത്തിനും കേരളത്തിൽ നേതൃത്വം നൽകിയത് മമ്പുറം സയ്യിദ് അലവി തങ്ങളാണ്, അല്ലെങ്കിൽ ചുരുക്കി മമ്പുറം തങ്ങളാണ്. സൈഫുൽ ബത്തർ. ഇപ്പം ചോദിച്ചത് 2024 പ്രസിദ്ധീകരണത്തിൻ്റെ 100-ാം വാർഷികം ആഘോഷിച്ച മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ്റെ പ്രസിദ്ധീകരണം. 2024 പ്രസിദ്ധീകരണത്തിൻ്റെ 100-ാം വാർഷികം. അപ്പം 100-ാം വാർഷികം, 100-ന് മുമ്പ്, ഇപ്പോൾ 2024, ഇത് 2025. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ്റെ പ്രസിദ്ധീകരണം. അൽ ഹിലാൽ ആരെഴുതിയതാ? ആരതാ? അൽ ഇസ്ലാം ആരതാ? അൽ അമീൻ ആരതാ? ഇവയൊന്നുമല്ല.
അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ അൽ ഇസ്ലാം, പക്ഷെ അത് രൂപീകരിച്ച വർഷം ഓർമ്മ നിൽക്കണം അല്ലേ. അബ്ദുൽ കലാം ആസാദ്, ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽ കലാം ആസാദ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. എന്നാൽ പിന്നെ മറ്റേത് അതായിരിക്കുമല്ലോ അല്ലേ, മുഹമ്മദ് അബ്ദുറഹ്മാൻ അല്ലേ. 2024 പ്രസിദ്ധീകരണത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ച മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ്റെ പ്രസിദ്ധീകരണം. മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ, കേരള സുഭാഷ് ചന്ദ്രബോസ്. കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അല്ലേ. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയാൽ. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹം അല്ലേ. മറ്റേ പയ്യന്നൂരിൽ കേളപ്പൻ ആയിരുന്നപ്പോൾ 2ാം ഘട്ടം കോഴിക്കോട്ടേക്ക് മാറ്റിയല്ലോ അല്ലേ. അങ്ങനെ ബേപ്പൂർ കടപ്പുറത്ത് കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹം, ബേപ്പൂർ കടപ്പുറത്ത് അബ്ദുൽ റഹ്മാൻ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണമാണ് അൽ അമീൻ. ലക്ഷ്യം കൈവരിച്ചതിനെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ച സംഘടന ഏത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യം കിട്ടിയില്ല അല്ലേ, പക്ഷെ പിരിച്ചുവിട്ടില്ലല്ലോ. ഇവിടെ ലക്ഷ്യം കൈവരിച്ചതിനെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ച സംഘടന കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. 1941 രൂപീകരിക്കപ്പെട്ട കൊച്ചി രാജ്യ പ്രജാമണ്ഡലം 48 പിരിച്ചുവിട്ടു. ലക്ഷ്യം എന്തുവാ? ഉത്തരവാദ ഭരണം നേടുക എന്നായിരുന്നു ലക്ഷ്യം. കൊച്ചിയിൽ ഉത്തരവാദ ഭരണം നേടുക എന്ന ലക്ഷ്യം. ആ ഉത്തരവാദ ഭരണം നേടി 48 തെരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിസഭയ്ക്ക് അധികാരം കിട്ടി കൊച്ചിയിൽ. അപ്പോൾ ലക്ഷ്യം കൈവരിച്ചതിനെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ച സംഘടനയാണ്, അല്ലെങ്കിൽ പിരിച്ചുവിട്ട സംഘടനയാണ് കൊച്ചി. എന്നാണോ കേൾക്കുന്നത്, ഇന്ന് കേട്ടില്ലേ ഇപ്പോൾ ഇത്? അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഇന്നാണല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് കേട്ട് തിരിച്ചു പറഞ്ഞതിന് ശേഷം ഇത് മടക്കാവും ആണേ. ഇത്ര ഒച്ചക്കല്ലേ സാറേ, അതുകൊണ്ടല്ലേ. ക്ലിയർ? ഓക്കെ, സന്തോഷമാണേ, ഹാപ്പിയാണേ. അപ്പോൾ എല്ലാ ആശംസകളും. വീണ്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റുമായിട്ട് പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്ക് കിട്ടുന്ന ഏതെങ്കിലും മേഖലയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ അരിച്ച് ഗുണിച്ച് ഹരിച്ച് റെഡിയാക്കി ആറ്റി കുറുക്കി അങ്ങോട്ട് തരും. ചവച്ചങ്ങോട്ട് ഇറക്കണം. ഓക്കെ, ദഹിപ്പിക്കണം. ഓക്കെ, അപ്പോൾ സഹോദരങ്ങളെ, ഉദ്യോഗാർത്ഥികളെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമാരെ വിളികേട്ടാ. ശരി, അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം, നന്ദി, നമസ്കാരം. താങ്ക് യു.